കോഴിക്കോട് നാദാപുരം മേഖലയിൽ കൊലവിളി പ്രസംഗം നടത്തിയ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം റഷീദിനെതിരെ പോലീസ് കേസെടുത്തു. മനോരമ ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. മേഖലയിൽ രാഷ്ട്രീയ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നതാണ് പ്രസംഗമെന്ന് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് നൽകി. വധശ്രമ കേസിലെ 4ാം പ്രതിയാണ് നിസാർ. 4ാം പ്രതിക്കാണ് സമ്മാനം. 1, 2, 3 ഒക്കെ ബാക്കി കിടക്കാന്ന് മനസ്സിലാക്കുക. അത്രേ പറയുന്നു. കല്ലാറ്റ് ഈന്തുള്ളതിൽ ബിനു വധക്കേസിലെ പ്രതികളെയും തൂണേരി ഷിബിൻ വധക്കേസിൽ വിചാരണ നേരിടുന്ന രാഷ്ട്രീയ എതിരാളികളെയും കൊന്നു തീർക്കുമെന്നായിരുന്നു ഡിവൈഎഫ്ഐ നേതാവിന്റെ കൊലവിളി. മനോരമ ന്യൂസ് വാർത്തയെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് റിജേഷ് നരിക്കാട്ടിൽ നൽകിയ പരാതിയിലാണ് തൊട്ടിൽപ്പാലം സ്വദേശി എം റഷീദിനെതിരെ നാദാപുരം പോലീസ് കേസെടുത്തത്. സിപിഎം ലീഗ് സംഘർഷം നിലനിൽക്കുന്ന മേഖലയിൽ കൊലവിളി പ്രസംഗം സ്പർദ്ധ വർദ്ധിപ്പിച്ചുവെന്നാണ് സംസ്ഥാന ഇന്റലിജൻസും വടകര റൂറൽ വിഭാഗവും ശേഖരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്റലിജൻസ് എഡിജിപിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. പ്രസംഗം വിവാദമായ പശ്ചാത്തലത്തിൽ റഷീദിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം സംഘടനയ്ക്കുള്ളിലും ഉയർന്നിട്ടുണ്ട്. അതേസമയം സമാനമായ പ്രസംഗത്തിന്റെ പേരിൽ എസ്ഡിപിഐ നേതാക്കൾക്കെതിരെയും പോലീസ് നടപടിയുണ്ട്. മനോരമ ന്യൂസ്, കോഴിക്കോട്. പുറത്തേക്ക് വരുന്ന വാർത്തകൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ മൂക്കടിച്ചു പൊട്ടിച്ചതിൽ അവസാനിച്ച ആ പേരാമ്പ്രയിലെ സംഘർഷം, അവിടെ അന്ന് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയുടെ MP ആ പേരാമ്പ്രയിൽ ആ സ്ഥലത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ പേരാമ്പ്ര മേഖലയിൽ ഒരു കമ്മ്യൂണൽ കലാപം ഉണ്ടാക്കുവാനുള്ള എല്ലാ കോപ്പും എല്ലാവിധ സന്നാഹങ്ങളുമായിരുന്നു ആ 50ലേറെ വരുന്ന ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ അവിടെ എത്തിയെന്നുള്ളതാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കുറ്റവിചാരണ യാത്ര എന്ന പേരിൽ വടകര പാർലമെന്റ് മണ്ഡലത്തില് എല്ലായിടത്തും ഷാഫി പറമ്പിൽ നടത്തുന്ന ചില യാത്രകളുണ്ട് UDFന്റെ നേതൃത്വത്തിൽ. ആ യാത്രയിൽ ഷാഫി പറമ്പിലും റിജിൽ മാക്കുറ്റിയും ഈ പറയുന്ന വടകരയിലെ വളയത്ത്, കുറ്റ്യാടിയിലെ വളയത്ത്, ആ വളയത്ത് ഈ പറയുന്ന രണ്ടുപേര് പങ്കെടുത്ത പരിപാടിക്ക് തൊട്ടു പിന്നാലെയാണ് വടകരയില് ഈ വളയത്ത് ഈ എൻ റഷീദ്, ഈ റഷീദിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു കൊലവിളി സംഗമം നടത്തുന്നത്. ഷാഫിക്കെതിരെയും റിജിൽ മാക്കുറ്റിക്കെതിരെയും ഇവരെ രണ്ടുപേരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവരുടെ കൊട്ടേഷൻ സംഘങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇനിയും വേണ്ടി വന്നാൽ അവരൊക്കെ പുറത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, വേണ്ടി വന്നാൽ വെട്ടിവീഴ്ത്താൻ ഞങ്ങൾ മടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊലവിളികൾ നടത്തിയ ഈ പറയുന്ന റഷീദ് അടക്കമുള്ളവർ ഇന്നിപ്പോഴത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഈ വളയത്ത് നിരന്തരമായി കലാപങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമം CPM വളരെ സജീവമാക്കി നിർത്തുന്നു. എസ്പെഷ്യലി ഇന്നിപ്പോ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ അത് കഴിഞ്ഞാൽ ഉടൻ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ കലാപങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഈ പറയുന്ന എൻ റഷീദ് അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായിക്കൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന വളയത്തടക്കം ഈ പറയുന്ന കൊലവിളികൾ നടത്തുകയും തെറിവിളികളും അഭിഷേകങ്ങളും അഭിഷേകങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോ ഇവരുടെ ഒക്കെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുകയാണ്. കലാപങ്ങൾ, അക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് മാത്രമേ പാർട്ടിക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് ഈ പറയുന്ന സഖാക്കൾ ഓരോരുത്തരുമുള്ളത്. ഈ പറയുന്ന ഇന്റലിജൻസും ബാക്കിയുള്ളവരും ഒക്കെ ഈ കാര്യങ്ങൾ അറിയുന്നവരുമാണ്. അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കേസടക്കം വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വളയത്ത് പിണറായി വിജയനെ വിമർശിച്ചു, സർക്കാരിനെ വിമർശിച്ചു എന്ന് പറഞ്ഞതിന്റെ, അല്ലെങ്കിൽ ആ സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ഷാഫി പറമ്പിലിനെതിരെയും അതുപോലെ റിജിൽ മാക്കുറ്റിക്കെതിരെയും വലിയ തരത്തിലുള്ള കൊലവിളികൾ നടത്തിയത് സഖാക്കള്. അപ്പോ ഇതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഈ പേരാമ്പ്രയിലെ സംഘർഷം അത് അന്ന് പെടുന്നനെ ഉണ്ടായ ഒരു സംഭവ വികാസമല്ല. പേരാമ്പ്രയിലെ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ വ്യക്തമായി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ വ്യക്തമായി ടാർഗറ്റ് ചെയ്യുവാനുള്ള കാരണം വടകരയില് KK ശൈലജയെ 1,14,506 വോട്ടിന് ഷാഫി പറമ്പിൽ 8 നിലയിൽ പരാജയപ്പെടുത്തി. 8 നിലയിൽ KK ശൈലജ പൊട്ടി എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണം. ഇപ്പോ വീണ്ടും അന്ന് പ്രകോപിതരായ സഖാക്കള് അന്ന് മിണ്ടാതിരുന്നെങ്കിലും ഇന്ന്
ആ പറഞ്ഞ വൈരാഗ്യം, ആ പറഞ്ഞ രോഷം അതൊക്കെ ഇന്ന് പ്രകടിപ്പിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നിപ്പോഴിതാ നമ്മുടെ മുമ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം അത് കഴിയുന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ ഡിസംബർ 13 റിസൾട്ട് എണ്ണും. ഡിസംബർ 20 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പുതിയ ഭരണസമിതി അധികാരമേൽക്കണം എന്നാണ് ചട്ടം. അതാണ് നോട്ടിഫിക്കേഷൻ. ആ ഡിസംബർ 20 അധികാരമേറ്റ് കഴിഞ്ഞാൽ ന്യൂ ഇയർ കഴിയുന്നതോടുകൂടി ഈ പറയുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കപ്പെടും. അങ്ങനെ 2 തെരഞ്ഞെടുപ്പിനെയാണ് സഖാക്കൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഈ 2 തെരഞ്ഞെടുപ്പിലും ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്ന വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര ഇത്രയും മണ്ഡലങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് സഖാക്കളുടെ തിരിച്ചറിവ് അവിടേക്ക് കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിക്കുന്നു, ഷാഫി ശസ്ത്രക്രിയ നടത്തുന്നു, ഷാഫി വിശ്രമത്തിന് പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ഷാഫി പറമ്പിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വടകരയാവട്ടെ, കുറ്റ്യാടിയാവട്ടെ, നാദാപുരമാകട്ടെ, തലശ്ശേരിയാവട്ടെ, കൂത്തുപറമ്പാവട്ടെ, അതുപോലെ തന്നെ ഈ പറയുന്ന പേരാമ്പ്രയാവട്ടെ, കൊയിലാണ്ടിയാവട്ടെ, കടിയങ്ങാടാവട്ടെ, മുതുകാടാവട്ടെ, വില്യാപ്പള്ളിയാവട്ടെ, പെരിങ്ങത്തൂരാവട്ടെ, ഏത് സ്ഥലമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഷാഫി പറമ്പിൽ വലിയ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ കരുനീക്കങ്ങൾ, രാഷ്ട്രീയ സംഗമങ്ങൾ, ഈ പറയുന്ന വിശദീകരണ യോഗങ്ങൾ, ഈ കുറ്റവിചാരണ യാത്രകൾ, ജനരക്ഷാ യാത്രകൾ, അങ്ങനെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ വലിയ നീക്കങ്ങൾ ഷാഫി പറമ്പിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തില്, വടകര പാർലമെന്റ് മണ്ഡലത്തില് ഷാഫി പറമ്പിൽ MP എന്ന രീതിയിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നിരവധി പ്രവർത്തനങ്ങളുമായിട്ട് ഷാഫി പറമ്പിൽ വളരെ സജീവമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കണക്കുകൂട്ടലുകളൊക്കെ പിഴക്കുകയാണ്. ആ കണക്കുകൂട്ടലുകൾ പിഴക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 2024 പാർലമെന്റ് ഇലക്ഷനാണ്. ആ പാർലമെന്റ് ഇലക്ഷൻ ഇപ്പൊ ഈ പേരാമ്പ്ര പ്രശ്നം ഉണ്ടായത്, സംഘർഷം ഉണ്ടായത് പേരാമ്പ്രയിലാണല്ലോ. ആ പേരാമ്പ്ര നിയോജക മണ്ഡലം, അസംബ്ലി മണ്ഡലം എന്ന് എടുത്ത് പരിശോധിക്കുക. നിലവില് TP രാമകൃഷ്ണൻ MLA ആണ്. LDFന്റെ കൺവീനറാണ് TP രാമകൃഷ്ണൻ. ഈ LDF കൺവീനർ ആയിട്ടുള്ള TP രാമകൃഷ്ണൻ MLA ആയിട്ടുള്ള പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ മാത്രം ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 19,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ മാത്രം ഷാഫി പറമ്പിൽ ലഭിച്ചിരിക്കുന്നത്. ഈ കണക്കുകളൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ആരെ? ഈ അടിമകളെ, ഈ സഖാക്കളെ, ഈ അന്തംഗമ്മികളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഭയപ്പെടുത്തുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇളകാത്ത കോട്ടകൾ പലതും ഇളകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ പ്രതിഫലനമാണ് ഈ പറയുന്ന ആളുകൾ വളയത്താവട്ടെ, കുറ്റ്യാടിയിലാവട്ടെ, വടകരയിലാവട്ടെ, ഒഞ്ചിയത്താവട്ടെ, എവിടെയാവട്ടെ, ഏത് പ്രദേശത്താവട്ടെ, നാദാപുരത്താവട്ടെ, എവിടെയായിക്കോട്ടെ, ഈ പ്രദേശങ്ങളിലൊക്കെ ഈ പറയുന്ന സഖാക്കള് വലിയ തരത്തിലുള്ള കലാപശ്രമങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത്, ഷാഫിക്കെതിരെ കൊലവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഷാഫിക്കെതിരെ കേട്ടാലറക്കുന്ന ഭാഷയിലുള്ള തെറിവിളികൾ, ഷാഫിക്കെതിരെ, മണ്ഡലം പ്രസിഡന്റിനെതിരെ, റിജിൽ മാത്യുട്ടിക്കെതിരെ, അങ്ങനെ നിരവധി ആളുകൾക്കെതിരെ അസഭ്യ വർഷങ്ങൾ നടത്തിക്കൊണ്ട് ഇപ്പോ ഈ വടകരയിലെ സഖാക്കൾ മുന്നോട്ട് യാത്ര നടത്തുന്നുണ്ടെങ്കിൽ ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ആ ഭയം എവിടെ നിന്നാണ്? ഭയത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിനെ അവർ ഭയപ്പെടുന്നു. ഭയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അയാളുടെ സ്വാധീനം അത് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വല്ലാത്ത രീതിയിൽ ബാധിക്കുമെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. കോട്ടകൾ എന്ന് കരുതുന്ന പല പഞ്ചായത്തുകളും പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം ഇവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ രാജാവിന്റെ വിധിയെഴുത്ത് നടത്തുവാനുള്ള അവസരം കൂടി ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. രാജാവിന്റെ വിധിയെഴുത്ത് വരുന്ന സമയത്ത് ആ ഘട്ടത്തില് ആ രീതിയിലും ഇവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം പിഴക്കുമെന്നുള്ളത് ഏകദേശം ഇവർക്കെല്ലാവർക്കും ഉറപ്പായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കലാപശ്രമങ്ങളുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള വാർത്തകൾ നമുക്ക് മുന്നിലേക്ക് പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്.